നമസ്കാരം. വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തീർച്ചയായിട്ടും കോൺഗ്രസ് ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധിയുടെ വിജയം അവർക്ക് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിലും തിരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ശരിക്കും ഗുണം ഉണ്ടാക്കണം എന്ന് അവർ ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർക്ക് വീണ് കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം തന്നെയാണ് പ്രിയങ്കയുടെ വിജയം. അതായത് ഇപ്പോൾ കേരളത്തിലെ അടുത്ത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് വളരെയധികം ഐക്യ മുന്നണിക്ക് വളരെ കേരളത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. അതായത് പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ഒരു ജില്ലയിൽ ഒരിടത്തെങ്കിലും പ്രിയങ്കയെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും പ്രിയങ്കയെ കൊണ്ട് ഈ കേരളത്തിൻ്റെ ഭരണവിരുദ്ധ വികാരത്തെ കുറിച്ച് പറയിക്കുകയും ഒക്കെ ചെയ്താൽ പിണറായി വിജയൻ്റെ ഭരണത്തിനെതിരെയുള്ള ഒരു ശരിക്കുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇതുവരെ കാട്ടിക്കൂട്ടിയ CPM എന്ന പാർട്ടി ഭരണത്തിലിരുന്നു കൊണ്ട് പിന്നെ ഈ ഒരു 8 വർഷമായി തുടരുന്ന പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ പ്രിയങ്കയെ കൊണ്ട് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇപ്പോൾ അവരുടെ വിജയം ഇന്ത്യ സഖ്യത്തിന് നേട്ടമാണ്. ലോക്സഭയിൽ ഇന്ന് ശീതകാല സമ്മേളനം തുടങ്ങി അവർ എത്തുമ്പോഴത്തേക്കും അവിടെ അവരുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും കോൺഗ്രസ് ക്യാമ്പിന് INDA ക്യാമ്പിന് വളരെ നല്ല ഒരു ഉന്മേഷം തന്നെ ആയിരിക്കും. ഏതായാലും കേരളത്തിൽ ഇപ്പോൾ LDF സർക്കാർ ഇപ്പോൾ പിണറായി വിജയൻ ഭൂരിപക്ഷ പ്രീണനത്തിൻ്റെ പിറകെ പോവുകയാണ്. ആ ഭൂരിപക്ഷ പ്രീണനം ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ആ പരീക്ഷണം വിജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ തുടർന്നും അവരുടെ പരീക്ഷണം അവർ ന്യൂനപക്ഷം വിട്ടിട്ട് ഭൂരിപക്ഷത്തിൻ്റെ പിറകെ പോയേക്കാം. പക്ഷേ ഈ ഭൂരിപക്ഷ പ്രീണനം തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ പിന്നീട് ആ പരീക്ഷണം മാറ്റി മറ്റേതെങ്കിലും പുതിയ അടവ് നയത്തിലേക്ക് CPM പോയേക്കാം. ഏതായാലും CPMൻ്റെ കാര്യം നമുക്ക് മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് വീണ്ടും വരാം. കോൺഗ്രസ് തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി ഇത്തരത്തിൽ ഒരു നീക്കത്തിന് തങ്ങളുടെ സീറ്റ് വർധനവിന് ഇറങ്ങുമ്പോൾ നിലവിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനേക്കാൾ ഒരു 10 സീറ്റെങ്കിലും തങ്ങൾക്ക് കൂടുതൽ കിട്ടണം എന്നൊരു ലക്ഷ്യത്തോടെ തന്നെ അവർ നീങ്ങേണ്ടി വരും. ഒരു 10 സീറ്റ് തങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നവർ ഒരു സ്വയം പഠനം അവർ നടത്തേണ്ടി വരും. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് ജയം കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യമുന്നണിക്ക് ഒരു വല്ലാത്ത പ്രത്യാശ ഉണ്ടാക്കുന്നുണ്ട്. അതായത് VD സതീശൻ ക്യാമ്പ് മുമ്പ് എങ്ങും ഇല്ലാത്ത വിധത്തിൽ വളരെ ഊർജിതമായിട്ട് വന്നിട്ടുണ്ട്. VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും MLA-മാരുടെ ഇടയിലും പാർട്ടി സംഘടനയിലും K സുധാകരനേക്കാൾ വളരെ ഒരു വല്ലാത്ത മേൽക്കൈ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ശശി തരൂരിൻ്റെ പേര് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു വരുന്നുണ്ട് എന്നുണ്ടെങ്കിലും VD സതീശന് വേണ്ടി ഇപ്പോൾ കൈ ഉയർത്താൻ ഒരാൾ കൂടെ ആയി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വരെ ആയി. പഴയ Aയും Iയും ഒക്കെ മാറി ഇപ്പോൾ ഒരു VD സതീശൻ എന്ന് പറയുന്ന പഴയ ഐക്കാരൻ്റെ കൂടെയാണ് പഴയ ഉമ്മൻചാണ്ടി പക്ഷക്കാരായ രാഹുൽ മാങ്കൂട്ടം, ഇപ്പോൾ യുവ MLA ആയ രാഹുൽ മാങ്കൂട്ടം വരെ എത്തി നിൽക്കുന്നത്. ഏതായാലും UDF ചിന്തിക്കേണ്ട ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കോൺഗ്രസിന് എത്ര സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് അവർ ഒരു സ്വയം പഠനം നടത്തണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10 സീറ്റിലെങ്കിലും അവർക്ക് മിനിമം ഇപ്പോൾ കിട്ടിയിരിക്കുന്നതിനേക്കാൾ സീറ്റ് വർദ്ധിപ്പിക്കാൻ കഴിയുമോ എന്നൊരു പ്രാഥമിക പഠനം അവർക്ക് നടത്തേണ്ടി വരും. ഏതായാലും തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ VD സതീശൻ്റെ അടുത്ത ഇലക്ഷൻ എഞ്ചിനീയറിംഗ് വിജയമാകും എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാതൃകയിൽ തന്നെ നിയമസഭയിൽ അവർ പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തി ആ ഒരു ഭരണവിരുദ്ധ വികാരം മുന്നിൽ കാണിച്ച് ഇപ്പോൾ ഈ കഴിഞ്ഞ ചേലക്കര പാലക്കാട് ഇലക്ഷനിൽ പിന്നെ UDF ക്യാമ്പ് കാട്ടിയ ആ ഒരു വീര്യം, ചേലക്കര കാട്ടിയ വീര്യം പാലക്കാട് അവർ കാണിച്ച അവരുടെ ഒരു ഐക്യം ഒക്കെ കാണിക്കും എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ക്യാമ്പിന് UDFന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി തന്നെ ആയിരിക്കും അവരുടെ ഹൈലൈറ്റ്. ഇപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇപ്പോൾ ഭരണത്തിൽ ഇല്ലാത്ത കോൺഗ്രസ്, അവരോടൊപ്പം നിൽക്കുന്ന 8 വർഷമായി രണ്ട് തവണയും പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗ് ഒക്കെ ഇനി ഒരു ഭരണം കൂടി അവർക്ക് കിട്ടേണ്ടത് മുസ്ലിം ലീഗിൻ്റെയും കൂടി ആവശ്യമാണ്. ലീഗ് കൂടി ഇപ്പോൾ ലീഗും ജമാഅത്തും SDPIയും പഴയ PFIയും ഒക്കെ ഇപ്പോൾ UDFനൊപ്പം നിൽക്കുന്ന ഈ അവസരത്തിൽ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ ഇപ്പോൾ മുസ്ലിം സ്നേഹം വിട്ട് മറുചേരിയിലേക്ക് ഭൂരിപക്ഷ പ്രീണനത്തിലേക്ക് എത്തിയിരിക്കുന്ന പിണറായിയും ഇപ്പോഴത്തെ അഭിനവ ഔദ്യോഗിക CPMും ഈ കാണിക്കുന്ന അടവ് നയത്തിന് മേലെ ഒക്കെ തന്നെ കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ ഇലക്ഷൻ സ്ട്രാറ്റജി, അതായത് അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിംഗ് അദ്ദേഹം കാണിക്കേണ്ടി വരും. അതായത് UDF ക്യാമ്പ് ചിട്ടയോടെ ചേലക്കരയിലും മലമ്പുഴയിലും കാണിച്ച പോലെ വടകരയിൽ ഷാഫിയെ ലോക്സഭാ ഇലക്ഷനിൽ അവരൊരു നല്ലൊരു കാൻഡിഡേറ്റിനെ അവർ കണ്ടെത്തിയതുപോലെ കണ്ടെത്തേണ്ടി വരും. ഇപ്പോൾ ചേലക്കരയിൽ രമ്യ ഹരിദാസിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ
വളരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഈ അവസരത്തിലും തീർച്ചയായിട്ടും കോൺഗ്രസ് ഇനി വരുന്ന മത്സരങ്ങളിൽ, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കൃത്യമായ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കും എന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി അവരുടെ ഇലക്ഷൻ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കും എന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധി അവർക്ക് വീണ് കിട്ടിയ ഒരു ലോട്ടറി തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും CPM-ന്റെ മറ്റൊരു ഇനി വരാൻ പോകുന്ന മറ്റ് ഏതൊരു അടവ് നയത്തെയും പ്രിയങ്കയെ മുൻനിർത്തി UDF-ന്, കോൺഗ്രസിനെ തീർച്ചയായിട്ടും എതിരിടാൻ കഴിയും എന്ന് തന്നെ നമുക്ക് മുൻകൂട്ടി നിരീക്ഷിക്കാനാകും. അതായത് പ്രിയങ്ക എന്ന് പറയുന്ന വലിയൊരു നേതാവിനെ മുൻനിർത്തി UDF മുന്നേറും എന്നുണ്ടെങ്കിൽ, അതായത് BJP ഇപ്പോൾ ഈ പാലക്കാട് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ചേലക്കരയിൽ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി എന്നുള്ളതും വയനാട് അവർക്ക് 1 ലക്ഷം വോട്ട് കിട്ടി എന്നുള്ളതും പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ പ്രസക്തമാണ്. ആയതുകൊണ്ട് തന്നെ UDF തീർച്ചയായിട്ടും പ്രിയങ്കയെ മുന്നിൽ നിർത്തി മുന്നേറും എന്നുണ്ടെങ്കിൽ പിണറായി സർക്കാരിൻ്റെ തുടർഭരണം, പിണറായി സർക്കാരിൻ്റെ അല്ല LDF-ന്റെ തുടർഭരണത്തിന് ഒരു തടയിടാൻ കോൺഗ്രസിന് കഴിയും എന്ന് തന്നെ നമുക്ക് കരുതാം. ഏതായാലും ഒരു കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഈ CPM-ന്റെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ, CPM-ന്റെ പുതിയ അഭിനവ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാത്തവർ തന്നെ തീർച്ചയായിട്ടും LDF ഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാതെ, മറ്റ് വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ എങ്ങും എത്താതെ നിൽക്കുന്ന, വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടി നിൽക്കുന്ന, വയനാട് ദുരിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന, കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടാതെ നിൽക്കുന്ന ഈ സർക്കാരിനെ ഒക്കെ തീർച്ചയായിട്ടും പ്രിയങ്കയെ മുൻനിർത്തി കോൺഗ്രസ് ഇറങ്ങും എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന, ഇനി ഏതാനും മാസങ്ങൾക്ക് ശേഷം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ കോൺഗ്രസിന് വൻ നേട്ടം തന്നെ കൊയ്യാൻ കഴിയും. കാര്യം BJP ഇനി അവരുടെ ശക്തി എത്ര കണ്ട്, അവരുടെ ഈ അനൈക്യം ഒക്കെ എത്ര കണ്ട് അവർ മുന്നേറും എന്നുള്ളത്, ഈ ലോക്സഭാ ഇലക്ഷനിൽ അവർ മുന്നേറിയത് നിയമസഭാ ഇലക്ഷനിൽ മുന്നേറുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത് കോൺഗ്രസ്സിന് വീണ് കിട്ടിയ ഒരു നല്ല അവസരമാണ് പ്രിയങ്ക എന്ന് തന്നെയാണ്. പ്രിയങ്കയെ മുന്നിൽ നിർത്തി ഭരണവിരുദ്ധ വികാരം, ഇപ്പോൾ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും ഭരണവിരുദ്ധ വികാരം എത്രത്തോളം പറഞ്ഞു എന്ന് അവർ ഒരു പുനർചിന്തനം നടത്തി ഇറങ്ങും എന്നുണ്ടെങ്കിൽ UDF-ന് അടുത്ത മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം ഉണ്ടാകും എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ പറയേണ്ടി വരും. മുൻകൂട്ടി തന്നെ നാം പറയുകയാണ്. നന്ദി, നമസ്കാരം.